കുറച്ച് ദിവസമായിട്ടേ സോഷ്യൽ മീഡിയയിൽ ആകപ്പാടെ നമ്മുടെ ഉപ്പും മകളും ഫാമിലി ബ്ലോഗിലെ കുഞ്ഞനോ ഒരു കുട്ടി കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ ഉറപ്പിച്ചായിരുന്നു. മെയ് 3-ാം തീയതി കണ്ടുമാണ് കല്യാണം ഉറപ്പിച്ചത്. അതൊന്നും സമ്മതിക്കാതെ ആ കല്യാണം ഉറപ്പിച്ച ചെറുക്കനോടൊപ്പം തന്നെ ആ പെൺകുട്ടി പോയത് എന്നാണ് ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തള്ളയും തന്തയ്ക്കും എതിരായിട്ട് കുറച്ച് പേര്, തള്ളയ്ക്കും തന്തയ്ക്കും അനുകൂലമായിട്ട് കുറച്ച് പേര്, ഇങ്ങനെയൊക്കെയാണ് ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സംഭവം വരുമ്പം നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളിലെല്ലാം സംഭവിക്കുന്നത്. ഈ ഫാമിലി ബ്ലോഗിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിലെ മിക്കവാറും കാര്യങ്ങളെല്ലാമാണ് ഈ ഫാമിലി ബ്ലോഗിലൂടെ പുറത്തു വരുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അയലത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ പറയുന്നതും അത് കേൾക്കുന്നതും അത് 10 പേരോട് പറയുന്നതും ഒക്കെയാണല്ലോ നമുക്ക് താല്പര്യം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഫാമിലി ബ്ലോഗുകാരെ സംബന്ധിച്ച് അവരുടെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളും അവർ പുറത്ത് വിട്ടുകൊണ്ടേയിരിക്കും. ഇപ്പം അവർ 4 മക്കളാണ്. ഭർത്താവ് എന്ന് പറയുന്നത് 10-20 കൊല്ലം ഗൾഫിലെങ്ങാണ്ട് പോയി കഷ്ടപ്പെട്ടാണ് ഈ കോവിഡ് സമയത്ത് ആണ് ഇവർ ഫാമിലി ബ്ലോഗ് തുടങ്ങുന്നത്. കോവിഡ് സമയത്താണല്ലോ പല സാധനങ്ങളുടെയും തുടക്കം ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അവർ ബ്ലോഗ് ചെയ്യുന്നു, അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പം ഈ ഫാമിലി ബ്ലോഗിനെ സംബന്ധിച്ച് ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് കാണാതെ പോയി കഴിഞ്ഞാൽ ഈ ആരാധകർ, ഇവർ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഇങ്ങനെ സംശയം ഉന്നയിച്ചുകൊണ്ടിരിക്കും. ആരാധകരെന്ന് മാത്രമല്ല, ഇവരുടെ ജീവിതം ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഇവർക്ക് എതിരാളികളും കാണും. അവരും ഇങ്ങനെ പല കാര്യങ്ങളും അതെന്താ അങ്ങനെ, ഇന്ന ആളെവിടെ പോയി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനിടയിലാണ് കുഞ്ഞൻ എന്ന് വിളിക്കുന്ന പെൺകുട്ടിയെ കാണാതെ പോകുന്നു, എന്താണെന്ന് ചോദിക്കുന്നു. അവസാനം അതിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് മനസ്സിലാവുന്നത്. ആദ്യത്തെ കുട്ടി അങ്ങനെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചു. അതൊരു കണ്ടൻറ്റായിട്ട് അവർ സ്വീകരിച്ചിരുന്നു. ഫാമിലി ബ്ലോഗുകാരെ സംബന്ധിച്ച് ഇതെല്ലാം കണ്ടൻറ്റായി മാറുകയാണ്. അവരുടെ ചാനലിന് റീച്ച് ഉണ്ടാകുന്നു. ഇപ്പം രണ്ടാമത്തെ കുട്ടി കല്യാണം കഴിക്കുന്നു. ഇപ്പം യൂട്യൂബ് ചാനലുകളെല്ലാം അത് ആഘോഷിക്കുന്നു. അവരുടെ 3 ചാനലിനും ഇപ്പം റീച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കണ്ടൻറ്റ് വരയുന്ന ചാനലുകളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകൾക്കും റീച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫാമിലി ബ്ലോഗിനെ സംബന്ധിച്ചുള്ള മൊത്തമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ബ്ലോഗിനെ സംബന്ധിച്ച് ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ആരാധകർക്ക് ഇഷ്ടം മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുന്നതാണ് പ്രശ്നം. ഇപ്പം അവിടുത്തെ പെൺകുട്ടി പോയി ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത് കേൾക്കാൻ നമുക്കൊരു താല്പര്യമാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തള്ളയ്ക്കും തന്തയ്ക്കുമാണ് പേഷായിട്ട് പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പാവം പിടിച്ച തള്ളയും തന്തയും എന്ത് വിളിച്ചു. നമ്മളൊരു ജീവിതം മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം, ഒരു മക്കളെ 4 മക്കളുണ്ട്, അവർ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി 19-20 വയസ്സായി കഴിയുമ്പോൾ കല്യാണം കഴിച്ച് പോവുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ തള്ളയും തന്തയെ സംബന്ധിച്ച് വളരെ അവർ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും നാളും പൊന്നേ കുഞ്ഞേ എന്ന് വളർത്തിക്കൊണ്ട് വന്ന ഒരു പെൺകുട്ടി വേറെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് തന്തയും തള്ളയും സംബന്ധിച്ച് അവമാനശാതം ഉണ്ടാകുന്ന കാര്യമാണ്. അവർക്ക് തലയുയർത്തി നോക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കുന്നവർക്ക് ഇത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് മിക്കവാറും ചാനലുകളെല്ലാം കാണുന്നത്. എൻ്റെ നോട്ടത്തിൽ ഇവർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവരെ റീച്ചിന് വേണ്ടി ഉപയോഗിച്ച് കാണാം. പക്ഷേ എന്നാലും ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലൊരു വേദനയുണ്ട്. സ്വന്തം മക്കൾ ഇങ്ങനെ ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കുന്നതിൽ വളരെ സന്തോഷമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല. അതുതന്നെയാണ് ആദ്യത്തെ മകൾ പോയി, രണ്ടാമത്തെ മകളും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. അതും കല്യാണം ഉറപ്പിച്ച് വെച്ച ചെറുക്കനുമായിട്ട് നേരത്തെ തന്നെ പോകുന്നു എന്നൊക്കെ പറയുമ്പം അവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാകും. അതുമല്ല, ആദ്യത്തേത് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഇങ്ങനെ രണ്ടാമത്തത് സംഭവിക്കരുത് എന്നുള്ള ഒരു ധാരണയിലായിരിക്കും അവർ കല്യാണമെല്ലാം ഉറപ്പിച്ച് നിശ്ചയമെല്ലാം നടത്തിയത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര വേദന ജനിക്കുന്ന കാര്യമാണ്. ഫാമിലി ബ്ലോഗിനെ സംബന്ധിച്ച് ഇവർ ബ്ലോഗ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം, ചെയ്തു കഴിഞ്ഞാൽ ഇതിനിടയിൽ ചില ഗുണിഷ്ഠ ചോദ്യങ്ങളുമായിട്ട് പലരും വരുന്നു, ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു, ചില ചാനലുകളെല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അപ്പം ഞാൻ അവരെ അവരുടെ വഴിക്ക് വിടുക. ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് വേദനയില്ല എന്നൊന്നും ആരും പറയരുത്.
അവരുടെ തെറ്റുകൾ കാണാം. അവരുടെ കുടുംബകാര്യങ്ങളെല്ലാം പരസ്യമാക്കിയാണ് ഇവർ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൈ തെറ്റുകൾ കാണാം. പക്ഷെ അവർക്കൊന്നും വേദനയില്ല. ഈ മക്കൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇവർ ശ്രമിപ്പിച്ചു എന്നൊന്നും പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഒരു കാരണവശാലും പറയാൻ പാടില്ല. കാരണം ആ അച്ഛൻ തന്നെ 10-20 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടാണെന്ന് പറയുന്നു. അതുപോലെ അമ്മ 4 മക്കളെ പ്രസവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവർ ഇത്രയും നാൾ ഈ വ്യക്തികളെല്ലാം വളർത്തിക്കൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജനിച്ചോടനെ തന്നെ ഇവർ വളർന്ന് വലുത് 19-20 വയസ്സാകത്തില്ല. ഇപ്പം വളരെ ന്യായമടിക്കുന്ന മക്കൾ, ആ തന്തയും തള്ളയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഈ മക്കൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് വളർന്ന് വലുതാകത്തില്ല. ആ വേദന മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചേരുന്ന ആ പഴഞ്ചൊല്ലി വീണ്ടും പ്രാവർത്തികമാകുന്ന കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാകൂ. നമ്മളൊരു കാര്യം കേൾക്കുന്നതിന് മുമ്പ് ഇവരെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവരുടെ വിഷമത്തിനും കൂടെ നമ്മളൊന്ന് പങ്കുചേരണം. അവരുടെ മക്കളായിട്ട് അവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് കേൾക്കുന്ന നമ്മളും കൂടെ ഇവരെ കുറ്റപ്പെടുത്തി പറയാതിരിക്കുക. അവരെ അവരുടെ വഴിക്ക് വിടുക. അവർ ബ്ലോഗ് കൊണ്ട് ജീവിക്കട്ടെ. നമുക്ക് ആ ചാനലിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിയാക്ഷൻ ചെയ്യാം. പക്ഷേ അത് പൊതുവെ ഇവരെ അങ്ങ് കുറ്റപ്പെടുത്തി താറടിച്ച് കാണിച്ചുകൊണ്ട് ചില ചാനലുകളൊക്കെ വീഡിയോ ചെയ്തേക്കുന്നത് കണ്ടോ. അത് കണ്ടോണ്ടാണ് എനിക്ക് വിഷമം. ഞാൻ ഫോർമെൻ്റ് ഇങ്ങനെയുള്ള ചാനലിലെ ചില കുടുംബ ബന്ധങ്ങളുടെ സ്ഥിരീകരണം എന്നും നമ്മൾ ഈ ചാനലുകൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് പലരും 5-6 വീഡിയോകളൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു. പക്ഷേ അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ ഈ ചാനലിന് ഈ സംഭവങ്ങൾ തന്നെ ഇവരെല്ലാവരും റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫാമിലി ബ്ലോഗുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഉപ്പുമുളക് ഇതിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു മോള് കല്യാണം കഴിച്ചു പോയി, ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചു. ആ മോളും ഒരു ചാനൽ തുടങ്ങി. അതിന് സാമാന്യം നല്ല റീച്ചുണ്ട്. ഈ സംഭവം കൂടെ അങ്ങോട്ട് ആയപ്പോഴത്തേന് അവരെടുക്കുന്ന വീഡിയോയ്ക്ക് മൊത്തം റീച്ച്. അവരെന്ത് പറയുന്നു എന്നറിയാൻ ഞാൻ പറയുന്നത് ഉപ്പും മുളകും മെയിൻ ചാനലിൽ പോയിട്ട് മൂത്ത മകളുടെ ചാനലിൽ പോകുന്നു, ഇളയ മകളുടെ ചാനലിൽ പോയിന്ന് അവരെന്ത് പറയുന്നു, അങ്ങനെ ഈ റീച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കും ഇത് കാണുന്നത്. പിന്നെ റിയാക്ഷൻ ചെയ്യാനും അവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ട് എല്ലായിടും കയറി ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇവർ 3 പേർക്കും സെപ്പറേറ്റ് ഈ എനിക്ക് അന്നേരം വിചാരിക്കുകയും നമ്മൾ ഫ്രീധനമായിട്ടൊക്കെ പലതും കൊടുക്കുന്നതെന്നൊക്കെ ഷെയറും ഒക്കെ കൊടുക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇവർക്ക് ഈ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി ജീവിക്കുന്നവർ ഒരു സ്വന്തമായിട്ട് ചാനലാണ് ഫാമിലി ബ്ലോഗുകാരെല്ലാം തുടങ്ങുന്നത്. അപ്പം മൂത്ത മകൾ ഒരു ചാനൽ തുടങ്ങി, അത് ഒരുമാതിരി നല്ല റീച്ചിൽ പോകുന്നു. രണ്ടാമത്തെ മകൾ കല്യാണം കഴിച്ചു, അവളും ഒരു ചാനൽ തുടങ്ങി. അതും അച്ഛനും അമ്മയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പൊതുവേ കണ്ടുവരുന്നത്. അങ്ങനെയാണ് അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പം അവരെ ഇഷ്ടമില്ലാത്തവർ ഇവിടെയും പോവും, അവരെ ഇഷ്ടമുള്ളവർ ഇത് കാണും. അങ്ങനെ ഈ ചാനൽ 3 അങ്ങ് ആദ്യത്തെ മോളുടെ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴും വലിയ പ്രശ്നമായിരുന്നു. അത് റീച്ചിന് വേണ്ടി ഇവർ ഉപയോഗിച്ചു എന്നുള്ളത് 100% ഉറപ്പാണ്. അതങ്ങനെയാണല്ലോ ഫാമിലി ബ്ലോഗുകാരെ മിക്കവാറും റീച്ചിന് വേണ്ടി ചെറിയ സംഭവങ്ങൾ പോലും പെരുപ്പിച്ച് കാണിച്ച് അത് റീച്ചിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പം അവരൊക്കെ തമ്മിൽ വളരെ സ്നേഹത്തിലാണ്. ഇപ്പം രണ്ടാമത്തെ മകളുടെ കാര്യം നടന്നു. അവർ കുറച്ചായി കഴിയുമ്പോൾ മകളുടെ ചാനൽ റീച്ചായി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരും സന്തോഷമായിട്ട് ജീവിക്കും. അതൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ തന്നെ 2 ആടുകളെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കുടിക്കാൻ നടന്ന നമ്മളെപ്പോലുള്ള കുറച്ച് യൂട്യൂബ് ചാനലുകൾ അവർ പരിഹാസരാകത്തേ ഉള്ളൂ. അപ്പം കണ്ടൻറ്റിന് വേണ്ടി നമുക്ക് എവിടെയും കയറി എന്തു പറയാം എന്നുള്ള കാര്യങ്ങൾ വിട്ടുകളയാം. അവർ സ്വാഭാവികമായിട്ട് അതൊരു അച്ഛനും അമ്മയുമാണ് എന്നുള്ള മാനുഷികമായൊരു പരിഗണനയെങ്കിലും കൊടുക്കുക എന്നും മാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഏതെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പം മറ്റുള്ള വാർത്തകളുമായിട്ട് വീണ്ടും എത്താം. ഓക്കെ, ബൈ.